നമ്മൾ ബോണ്ട് വെച്ച് അടച്ച ഓയിൽ ലീക്ക് പിന്നെയും വന്നു. ഇവിടെയുള്ള പശുക്കളൊക്കെ രാവിലെ തന്നെ ഈ ചെടിയാണോ കഴിക്കുന്നത്? സ്വർഗത്തിലൂടെയുള്ള നരകയാത്ര എന്ന് വിശേഷിപ്പിക്കുന്ന വഴിയിലൂടെയാണ് ഇനി നമ്മൾ പോകുന്നത്. വെൽക്കം ടു ഡേ 8 ഓഫ് കേരള ടു ലഡാക്ക് സോളോ റൈഡ്. ഇപ്പൊ നമ്മൾ ഹിമാചലിലുള്ള ബൈരാഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഇവിടുന്ന് എന്റെ റൂമിന്റെ പുറത്തേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. രാവിലെ തന്നെ ഒരു കോഫിയും കുടിച്ച് ബ്രെഡ് ഓംപ്ലേറ്റും കഴിച്ച് താഴേക്ക് നോക്കിയ സമയത്ത് ഇതൊക്കെ ആരെങ്കിലും വളർത്തുന്നതാണോ അല്ലെങ്കിൽ ക്ലൈമറ്റിൽ തന്നാൽ ഉണ്ടാവുന്നതാണോ? നേരെ ബാഗും പാക്ക് ചെയ്ത് റൂം ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങി. ഈ ഒരു സ്റ്റേയും ഇവിടെയുള്ള ഫുഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യും, കാരണം നല്ല വൃത്തിയുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ ഈ ഏരിയയിൽ കിട്ടുന്ന വെള്ളം നല്ല ഫ്രഷ് വാട്ടർ ആണ്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, കുടിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. വണ്ടി ചെയിനിൽ വിടാൻ അപ്പുറത്തേക്ക് മാറ്റി വെച്ചപ്പോഴാണ് ഓയിൽ കണ്ടത്. നേരെ വണ്ടീന്റെ അടിയിലേക്ക് നോക്കിയപ്പോൾ ബോണ്ടിട്ട് ഫിക്സ് ചെയ്ത ന്യൂട്രൽ സ്വിച്ചിന് അവിടെ നിന്ന് വീണ്ടും ഓയിൽ ലീക്ക്. ഓയിൽ ലെവൽ ഞാൻ ചെക്ക് ചെയ്തു, ചെറുതായിട്ട് ലീക്ക് ആവുന്നുള്ളൂ. അതുകൊണ്ട് അടുത്ത ടൗണിൽ നിന്ന് ശരിയാക്കാന്ന് വിചാരിച്ചു. ഇവിടെ വർക്ക്ഷോപ്പ് ഇല്ല, നേരെ താഴേക്ക് ഇറങ്ങേണ്ടി വരും. വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് നേരെ മുന്നോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു. ഈ ഒരു ചെക്ക് പോസ്റ്റിന് അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. അതെല്ലാം കൊടുത്തതിന് ശേഷം വേഗം വിട്ടു. ഇനി ആകെ കുറച്ച് ദൂരം കൂടി മാത്രമേ ഈ ഒരു അടിപൊളി റോഡ് നമുക്ക് കിട്ടുള്ളൂ. അതിനുശേഷം ഫുൾ ഓഫ് റോഡാണ്. ഇപ്പൊ നമ്മൾ കില്ലാർ എന്നുള്ള സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇനി നെക്സ്റ്റ് ടൗൺ. അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. എന്ത് രസമാണ് ഇതിലൂടെ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കിലോമീറ്ററും ടൈമും ഒന്നും നോക്കൂല, ഇങ്ങനെ റൈഡ് ചെയ്ത് നേച്ചറും കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോകും. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് മതിയായി. കാരണം എങ്ങോട്ടും നോക്കിയാലും അടിപൊളി സ്ഥലം. ക്യാമറ ഒക്കെ ചൂടായിട്ട് അങ്ങ് എത്തി. ഈ ഒരു റൂട്ടിൽ പോകുന്ന വഴിക്ക് ഇതുപോലത്തെ കുറെ കുട്ടി കുട്ടി വാട്ടർഫോൾസ് കാണാനായിട്ട് സാധിക്കും. നല്ല രസമാണ് കാണാൻ. പിന്നെ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ പോവുകയാണെങ്കിൽ വൈകുന്നേരം ആവുന്ന സമയത്ത് ഞാൻ കില്ലാറിൽ എത്തില്ല. അതുകൊണ്ട് സ്പീഡ് ഒന്നും കൂടി കൂട്ടി. ഇപ്പൊ നമ്മൾ ഒരു മലേന്റെ മുകളിലേക്ക് ടോപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ ഒരു ടോപ്പിലായിട്ടാണ് നമ്മുടെ സച്ച് പാസ് വരുന്നത്. സ്റ്റോപ്പ് ചെയ്യണ്ട വിചാരിക്കും, പക്ഷെ ഈ ഒരു വ്യൂ ഒക്കെ കണ്ടാൽ എങ്ങനെയാ സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ പറ്റുക? സച്ച് പാസിന്റെ ടോപ്പിൽ എത്തുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഒരു ചായക്കട ഉണ്ട്. ഈ ഒരു ചായക്കടയിൽ നിർത്തിയ സമയത്ത് ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, എപ്പോഴൊക്കെ അത് ഓപ്പൺ ചെയ്യാന്നുള്ളത്. 2 മാസമാണ് അധികം ഓപ്പൺ ചെയ്യല്, ജൂൺ ജൂലൈ. ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ആവാറുണ്ട് നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ എന്നാണ് അവർ പറഞ്ഞത്. അവിടുന്ന് ഒരു ചൂട് ചായയും കുടിച്ച് ചൂട് മാഗിയും കഴിച്ച് വേഗം റൈഡ് കണ്ടിന്യൂ ചെയ്തു. എന്റെ മോനെ, സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇറങ്ങി ചാടാൻ തോന്നും, അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പൊ നമ്മൾ ഏകദേശം നല്ല ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് എത്താനായിട്ടുണ്ട്. നല്ലോണം വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിരിക്കുക, ഒന്നിന് പോവുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. AMS ഒന്നും ഇതുവരെ അടിച്ചിട്ടില്ല. പിന്നെ അങ്ങോട്ട് ഫോഗ് അടിച്ചിട്ട് ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി. ഏകദേശം നമ്മളിപ്പോ ടോപ്പിലെത്താനായി. നല്ല തണുത്ത കാറ്റും ഐസും തണുത്ത വെള്ളവും ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങളുടെ കേരള ടു ലഡാക്ക് റൈഡിൽ ഈ ഒരു റൂട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വർത്ത് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ യു ആർ മിസ്സിംഗ് സംതിങ് ഗ്രേറ്റ്. പക്ഷേ റിസ്ക് ഉണ്ട്, അതുകൊണ്ട് ഒറ്റയ്ക്ക് വരാത്തതാണ് നല്ലത്. അങ്ങനെ നമ്മൾ സച്ച് പാസ് എത്തി. 14,000 അടി ഹൈറ്റിലാണ് സച്ച് പാസ് ഉള്ളത്. ഇവിടെ ഒരു ടെമ്പിളും ഉണ്ട്. അവിടുന്ന് ഒരു ഫോട്ടോയും ക്ലിക്ക് ചെയ്ത് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരു കല്ലിന്റെ മുകളിലേക്ക് വണ്ടി കയറി വീഴാൻ പോയി. പക്ഷെ എങ്ങനെയൊക്കെയോ പിടിച്ചു നിർത്തി. ഇപ്പൊ നമ്മൾ മലേന്റെ താഴേക്കാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എത്ര വിചാരിച്ചാലും നിർത്താതിരിക്കാൻ പറ്റുന്നില്ല. നിർത്തി വീഡിയോസ് എടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു മലേന്റെ ഏകദേശം താഴേക്ക് എത്തി. ഇനിയും ഇഷ്ടം പോലെ കിടിലൻ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ നമ്മൾ കില്ലാർ എന്നുള്ള സ്ഥലത്തെത്തി റൂം എടുത്ത് ഫുഡും കഴിച്ച് സ്റ്റേ ചെയ്തു.